ഹോൾഡ് ഓൺ. ലൈസൻസ് എടുക്ക. നിങ്ങളായിരുന്നോ? പള്ളിയിൽ പോയിട്ട് വരാണോ? എത്ര കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ? എന്താ എന്നെ പോലെ സംസാരിക്കുന്നത്? കുറെ നാളായില്ലേ കാണാൻ തുടങ്ങിട്ട്. അല്ല എന്താ ഇവിടെ? ഒന്നുമില്ല, അന്ന് റെക്കോർഡിംഗ് ഇല്ലാതിരുന്നോണ്ട് ബോറടിച്ചപ്പോ നിങ്ങളെ നേരിൽ കണ്ട നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാണെന്ന് ചോദിക്കാൻ. എന്താ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരി, കാര്യത്തിലേക്ക് എടുക്കാം. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാം. ഞാനൊരു കീബോർഡ് പ്ലെയർ, നന്നായിട്ട് സമ്പാദിക്കുന്നു. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ അമ്മയെ മാത്രം, സോ ഐ ആം ഫ്രീ. പിന്നെ ഞാൻ ബീതോവന്റെ ജന്മദിനത്തിന് ശകലം ബിയർ കുടിക്കും. എനി പ്രോബ്ലം? ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാം. അതുകൊണ്ടെന്താ, നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഇതുപോലൊക്കെ ആർക്കും സംഭവിക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ 1.5 വർഷം നടക്കില്ലായിരുന്നു. എല്ലാവരും എന്നെ എടുത്തോണ്ടാ പോയത്. അതെ, അന്ന് ഞാൻ പൊടിക്കുഞ്ഞായിരുന്നു. ഓക്കെ, തമാശയൊക്കെ പിന്നെ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി താൻ വേണം പറയാൻ. സത്യമായിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? അതേടാ. അപ്പൊ അവൾ എന്താ പറഞ്ഞ? ആദ്യം ഒന്ന് പേടിച്ച് അവള് കണ്ണു തള്ളി. പിന്നെ അച്ഛനോടും അമ്മോടും പറയാൻ പറഞ്ഞു. എന്റെ അമ്മേ. എടാ വിജയ്, അവളുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. വലിയ അവരോട് സംസാരിക്കണം. ഇതെപ്പോ? പള്ളിയിൽ നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഇതെന്താ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യുന്നേ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അല്ല, ഞാനൊന്ന് ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മോൾക്ക് ഇനി ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോ? പ്രശ്നമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ നാളെ പറയണമെന്നില്ല, ഇന്ന് വേണേലും പറയാം. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞു? പോടാവിടെ നടത്തണോടാ. കല്യാണം പള്ളി വെച്ച് നടത്താമെന്ന് ചോദിച്ചു. നമുക്കെന്താ, ചിലരെ കല്യാണം കടലിൽ വെച്ച് നടത്തുന്നു, ചിലർ ആകാശത്ത് വെച്ച് നടത്തുന്നു. ഇതേതായാലും ചർച്ചയിലല്ലോ. ഓക്കെ പറഞ്ഞു. കാർത്തികേ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇന്നലെ ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എന്ത് മറുപടി പറയുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മ എന്താ ചെയ്തെന്നറിയോ? എന്റെ മുഖത്തേക്ക് ഒറ്റ നോക്കിയിട്ട് നെറ്റിയിൽ എനിക്ക് ഉമ്മ തന്നടാ. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ ദിവസം എനിക്ക് ഉമ്മ തന്നാ വിടാറ്. ഇത്ര കാലത്തിന് ശേഷം ഉമ്മ തന്നപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാ. ചെറുപ്പത്തിൽ ഭർത്താവിന് വേർപ്പെട്ടതുകൊണ്ട് അമ്മയ്ക്ക് ശീലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് സോ ടച്ചിങ്. ശരി, കല്യാണം എപ്പോഴാ? ഏയ് പറയൂ വിജയ്. അല്ലടാ, കല്യാണം ഉടനെ നടത്താം. ഞാനത് കുറച്ച് നീട്ടിവെക്കാൻ പറഞ്ഞത്. എന്തിന്? നിന്റെ കാര്യമെല്ലാം ശരിയാവട്ടതിന് ശേഷം മതി. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാം വിജയ്. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. എന്റെ വേദന ജീവിതം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലടാ. അത് മാത്രമല്ല, ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് നടത്താം. വേണ്ട വിജയ്, പ്ലീസ്. ശരി. എന്താ പറയുന്നത്? നിങ്ങൾ എന്നോട് കല്യാണം പ്രപ്പോസ് ചെയ്ത കാര്യ പറയുന്നത്. ഓ, അതാണോ? ഞാൻ ഓർക്കുമ്പോ എനിക്കും അതിശയം തോന്നുക. യോണോ, ഒരൊറ്റ ദിവസം കൊണ്ട് 1 ഡേ മാച്ച് മാതിരി റിസൾട്ട് വന്നു. നാട്ടിൽ ഓരോരുത്തരും ഇതിനു വേണ്ടി നാട്, വീട്, ഭാഷ എല്ലാം മാറ്റി കാത്തിരിക്ക. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? അതെ അതെ, വളരെ നല്ല പെണ്ണാ. ലൈസൻസ് ചോദിച്ച് ഇവള് ചൂടാവും. ഞാനോ? താങ്ക് യു. എന്നാ അർച്ചനെ, കാർത്തിക് എന്നേക്ക വളരെ നല്ലവനാ. അല്ല അർച്ചന, നിന്റെ ഫ്രണ്ടിനൊരു ജീവിതം കിട്ടിയപ്പോ നീ ഒരുപാട് സന്തോഷിക്കും. അതുപോലെ എന്റെ ഫ്രണ്ടിനും ഒരു നല്ല ജീവിതം കിട്ടിയ ഞാനും സന്തോഷിക്കല്ലേ? യുനോ, നമുക്കെല്ലാവർക്കും സന്തോഷാവില്ലേ? ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ്. വർക്കൗട്ട് ആയില്ല.
എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? അർച്ചനയും കാർത്തിക്കും കല്യാണം കഴിക്കാൻ പോകുന്നു. അതെ, കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നടത്തുകയും ചെയ്യും. അതെ. എന്നാ രണ്ടുപേരും തമ്മിൽ വഴക്ക, മിണ്ടുന്നുമില്ല. അതെ. അല്ല, മുത്തശ്ശി കുടിച്ചിട്ടുണ്ടോ? കളിയാക്ക? പിന്നെ അർച്ചനയുടെ കല്യാണത്തിന് ഞാൻ ചെറുക്കനെ നോക്കില്ലേ? നീയോ? ആ. ഇതിനു മുമ്പ് ഒരു ചെറുക്കനെ കണ്ടില്ലേ? അവളുടെ അമ്മയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അർച്ചന എങ്ങാനും കണ്ടിരുന്നെങ്കിലേ അവനെ ഓടിച്ചിട്ട് അടിച്ചേനെ. എന്ന് വെച്ചാ കാർത്തികനെ കെട്ടണമെന്നാ പറയുന്നത്. എന്താ അവൻ എന്താണ് ഒരു കുറവ്? അവനൊരു കുടിയനെ, നിനക്കറിയോ? ആരാ കുടിയൻ? എന്നോ ഒരു നീ ദിവസം മിണ്ടാതിരിക്കെ. എടാ, നീയും കുടിക്കാറില്ലേ? ആ? ജയറാമിന്റെ കല്യാണത്തിനെ സാമ്പാർ കാലത്തിൽ മൂക്കും കുത്തി വീണില്ലേ? ഇതെപ്പോഴാ? അത് നിനക്കറിയില്ലേ? നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. ആ. നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ചെന്ന് വീണിരിക്കുന്ന സാമ്പാർ കലത്തിനകത്തേക്ക്. എല്ലാം എന്റെ വിധി. മതി, മതി, മതി ജാനു, മതി. ഇപ്പൊ രണ്ടുപേർക്കും എന്താ വേണ്ടേ? എടാ ചെറുക്ക, ഈ കല്യാണം നടത്തി തരാൻ ഞാൻ നിന്നോട് പറയുന്നില്ല. അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ കല്യാണത്തിന്റെ ഇടയ്ക്ക് കയറി മുടക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ അടിച്ചു കൊല്ലും. ഈ ലോക്കറ്റ് കൊണ്ടുപോയി ആ ചേച്ചി കൊടുക്ക. ഓക്കെ അങ്കിൾ. ആന്റി, ആന്റി, ദാ അങ്കിൾ കൊടുക്കാൻ പറഞ്ഞു. വേണ്ട. നിന്റെ അമ്മ എവിടെ?